Hi everybody, AEC, Advanced English Language Skills for Sciences. So today in this paper we are going to discuss the chapter Only an Axe Away. Only an Axe Away is a beautiful documentary film directed by P. Baburaj and C. Sharat Chandran. അതിപ്പോൾ അവിടെ നിൽക്കട്ടെ. അതിന് മുന്നോടിയായിട്ട് സൈലൻറ്റ് വാലി കേട്ടിട്ടില്ലേ നിങ്ങൾ സൈലൻറ്റ് വാലിയെക്കുറിച്ച്? ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഒരു അഹങ്കാരമാണ് സൈലൻറ്റ് വാലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒട്ടനവധി വെറൈറ്റി ഓഫ് സ്പീഷീസ് സസ്യങ്ങളും ജന്തുക്കളും മറ്റ് ജീവജാലങ്ങളും ഒരുപാട് ഇത്തരം ജീവജാലങ്ങളുടെയൊക്കെ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് കൂടൊരുക്കിയ മനോഹരമായൊരു ഇടം കൂടിയാണ് സൈലൻറ്റ് വാലി. വംശനാശ ഭീഷണി നേരിടുന്ന ഒരുപാട് മൃഗങ്ങൾ ഇവിടെയുണ്ട്. വേറെ എവിടെയും കാണാൻ പറ്റാത്ത സൈലൻറ്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്ന സസ്യ ജന്തു ജാലങ്ങൾ ഇവിടെയുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സൈലൻറ്റ് വാലി പലപ്പോഴും നമുക്കൊരു അഹങ്കാരമാണ്. ആ പേര് തന്നെ നോക്കൂ, സൈലൻറ്റ് വാലി, ഇത്ര റൊമാൻറ്റിക്കാണ് ആ പേര് തന്നെ. പക്ഷേ ഈ ഒരു സൈലൻറ്റ് വാലിയിൽ നടന്ന ഒരു ക്യാമ്പയിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു പ്രക്ഷോഭത്തിനെ കുറിച്ച്, സൈലൻറ്റ് വാലി സേവ് ചെയ്യുക എന്നുള്ള രീതിയിൽ നടന്നൊരു ഒരു പ്രക്ഷോഭം, ഒരു ക്യാമ്പയിൻ, ഒരു പ്രൊട്ടസ്റ്റ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിം എന്ന് പറയുന്നത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് KSEB ഇവിടെ ഹൈഡ്രോ ഇലക്ട്രിക് ഡാം പണിയുന്നതിനെ കുറിച്ചുള്ളൊരു പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ അത് ഇവിടെയുള്ള സസ്യ ജന്തു ജീവജാലങ്ങളുടെയും ഈ കാടിൻ്റെ തന്നെ ആവാസ വ്യവസ്ഥയെ കാര്യമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ എൻവിറോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റ്, നേച്ചർ ലവേഴ്സ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, കവികൾ, എഴുത്തുകാർ, സാഹിത്യകാരന്മാർ, പൊതുപ്രവർത്തകർ ഇവരെല്ലാം ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചു, ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചു. അതങ്ങ് വലുതായി. ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് സൈലൻറ്റ് വാലിയെ രക്ഷിക്കുക, സേവ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ ക്യാമ്പയിൻ എന്താണ് ഈ ക്യാമ്പയിനിൽ പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിമിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിം എന്ന് പറയുന്നത് 40 മിനിറ്റ് ദൈർഘ്യമുള്ള 2003 റിലീസ് ചെയ്ത ഒരു ഫിലിമാണ് നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന ഓൺലി ആൻ ആക്സ് എവേ, ഒരു മഴുദൂരം മാത്രം എന്ന ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിം. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിമിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നൗ ലെറ്റ്സ് ഡിസ്കസ് ദി ഡോക്യുമെൻ്ററി ഫിലിം. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് the chapter or the documentary film Only an Axe Away. Only an Axe Away is a well-researched film documentary on the struggle to preserve the Silent Valley. സോ സൈലൻറ്റ് വാലിയെ പ്രിസർവ് ചെയ്യുക എന്നുള്ളൊരു സ്ട്രഗിളോട് കൂടി തുടങ്ങിയ അതല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിളിനെ എടുത്ത് കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ഫിലിമാണ് ഓൺലി ആൻ ആക്സ് എവേ. 2003 ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. 40 മിനിറ്റാണ് ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിമിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. The film shares the anxiety of the people of Kerala about the future of Silent Valley. സോ സൈലൻറ്റ് വാലിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കേരള ജനതയ്ക്കുള്ള ആങ്സൈറ്റിയാണ് ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിമിൽ പറഞ്ഞിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ കോണ്ടൻറ്റ്. ദെൻ വി നോ ദാറ്റ് ഈ ഒരു ഡോക്യുമെൻ്ററി തുടങ്ങുന്ന സമയത്ത് ദ ഡോക്യുമെൻ്ററി ബിഗിൻസ് വിത്ത് ദ ടോക്ക് ഓഫ് രതീഷ്, വാച്ചർ ഇൻ സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക്. അപ്പോൾ ഒരുപാട് പേര് ഇതിൽ സംസാരിക്കുന്നുണ്ട്. അതിൽ ഈ ഡോക്യുമെൻ്ററി തുടങ്ങുമ്പോൾ ആദ്യം നമ്മളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടോക്ക്, രതീഷ് എന്ന് പറയുന്ന അവിടെയുള്ള വാച്ചർ, സൈലൻറ്റ് വാലിയിലെ വാച്ചർ, അദ്ദേഹമാണ് ആദ്യം സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന്, ഹി ടെൽസ് ദ ബാങ്ക്സ് ഓഫ് കുന്തി റിവർ in Silent Valley, just 100 meters away from the Silent Valley dam site, filled with many orchids and other endangered medical plants. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് കുന്തിപ്പുഴയുടെ തീരത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു തീരം എന്ന് പറയുന്നത്, അതായത് സൈലൻറ്റ് വാലി ഡാം സൈറ്റിൽ നിന്നും 100 മീറ്റേഴ്സ് ദൂരം മാത്രമാണ് ഇവിടെയുള്ളത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഫിൽഡ് വിത്ത് മെനി ഓർക്കിഡ്സ്, ഒരുപാട് ഓർക്കിഡ്സുകളും ഫ്ലവേഴ്സും അതുപോലെ തന്നെ ആൻഡ് അതർ എൻഡേഞ്ചേർഡ് മെഡിക്കൽ പ്ലാന്റ്സ്, അതായത് അന്യം നിന്ന് പോകുന്ന അല്ലെങ്കിൽ വംശനാശ ഭീഷണിയൊക്കെ നേരിടുന്ന ഒരുപാട് അത്യപൂർവങ്ങളായ മെഡിക്കൽ പ്ലാന്റ്സുകളൊക്കെയുള്ള ഒരു സ്ഥലം ആണിതെന്ന് അദ്ദേഹം പറയുന്നു. ഹി ടെൽസ് ദ ഫോറസ്റ്റ് ഈസ് ലൈക്ക് ദ പസഫിക് ഓഷ്യൻ. അദ്ദേഹം നടത്തുന്ന ഒരു മനോഹരമായൊരു ഉപമയാണ്, ഈ ഒരു കാടെന്ന് പറയുന്നത് ഒരു പസഫിക് ഓഷ്യൻ പോലെയാണ്, അതായത് പരന്ന് കിടക്കുകയാണ് എന്നുള്ള മീനിങ്. ഒരുപാട്
ജീവജാലങ്ങളും സസ്യജന്തുക്കളും ഒക്കെയുള്ളൊരു പസഫിക് ഓഷ്യൻ പോലെയാണ് ഈ ഒരു കാട് എന്ന് അദ്ദേഹം പറയുകയാണ്. Then Silent Valley contains around 1,000 species. Among them, around 30 are endemic. സൈലൻറ്റ് വാലിയിൽ 1000ഓളം സ്പീഷീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏകദേശം 30ഓളം സ്പീഷീസ് എന്ന് പറയുന്നത് എൻഡമിക്കാണ്. എൻഡമിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയും കാണാത്ത, സൈലൻറ്റ് വാലിയിൽ മാത്രം അപൂർവമായിട്ട് കാണുന്ന, ഈ ഒരു പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന, അപ്പോൾ 30ഓളം സ്പീഷീസ്, അങ്ങനത്തെ 30ഓളം സ്പീഷീസ് ഉണ്ട് എന്ന് ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്. Moreover, there are 5 other endangered species. അതിനൊക്കെ പുറമെ 5 എൻഡേഞ്ചേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന സ്പീഷീസ് ലൈക്ക് നിൽഗിരി ലാംഗർ, നിൽഗിരി ടാഹർ, ടൈഗർ, ലിയോപാഡ് ആൻഡ് ലയൺ ടെയിൽഡ് മക്കാക്ക്, ഇതൊക്കെ ഇവിടെയുണ്ട്. മെനി എൻഡേഞ്ചേർഡ് ബേർഡ്സ് ക്യാൻ സീ ഇൻ സൈലൻറ്റ് വാലി. അപ്പോൾ ഈ മൃഗങ്ങൾ മാത്രമല്ല, ഒരുപാട് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ബേർഡ്സിനെയും വംശനാശ ഭീഷണി നേരിടുന്ന ഒരുപാട് പക്ഷികളും ഈ സൈലൻറ്റ് വാലിയിലുണ്ട്. ദിസ് കുന്തിപ്പുഴ ഒറിജിനേറ്റ്സ് ഫ്രം സൈലൻറ്റ് വാലി. കുന്തിപ്പുഴയെക്കുറിച്ച് പറയുന്നു. കുന്തിപ്പുഴ ഒറിജിനേറ്റ് ചെയ്യുന്നത് സൈലൻറ്റ് വാലിയിൽ നിന്നാണ്. ദെൻ ഇത്രയും സൈലൻറ്റ് വാലിയെക്കുറിച്ച് ഒരു ബ്യൂട്ടിഫുൾ ആയൊരു ഡിസ്ക്രിപ്ഷനൊക്കെ തന്നതിന് ശേഷം ഈ ഒരു ഇഷ്യൂയിലേക്ക് വരുന്നുണ്ട്. അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് plans to build a dam on the fringes of the Silent Valley National Park at പാത്രക്കടവ് across river കുന്തി. അപ്പോൾ KSEB ഇവിടെ ഒരു ഡാം പണിയാനുള്ളൊരു പ്ലാനുമായിട്ട് മുന്നോട്ട് വരുന്നു. അപ്പോൾ അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചത്. Nature lovers are concerned that the proposed dam will harm the pristine evergreen forest in the valley. So ഈ ഒരു ഡാം ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ കാടിൻ്റെ കാടിന് അത് ദോഷം ചെയ്യും, ഹാംഫുൾ ആകും എന്ന് നേച്ചർ ലവേഴ്സ് മനസ്സിലാക്കുകയും അവർ അതിനെ എതിർക്കുകയും ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ, അതല്ലെങ്കിൽ ഈ പറയുന്ന സൈലൻറ്റ് വാലി മൂവ്മെൻറ്റിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. എൻവിറോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ്, അതുപോലെ തന്നെ നേച്ചർ ലവേഴ്സ്, സോഷ്യൽ ആക്ടിവിസ്റ്റ്, പൊളിറ്റീഷ്യൻ, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് തുടങ്ങിയ ആൾക്കാരെല്ലാം became a key part of it. ഇതിൻ്റെ ഒരു കീ പാർട്ടായി മാറി, ഒരു ക്യാമ്പയിൻ്റെ കീ പാർട്ടായിട്ട് മാറി ഇവരെല്ലാം. Then they made black flags, posters, silent protest were conducted in schools and colleges. Shouted slogans came out and the campaign get its popularity. ക്യാമ്പയിന് പതുക്കെ അതങ്ങ് വലുതാവാൻ തുടങ്ങി. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ നേച്ചർ ലവേഴ്സ്, എൻവിറോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റ്, ലിറ്റററി റൈറ്റേഴ്സ് എല്ലാവരും ഒന്നിച്ചു കൂടിയപ്പോൾ അതൊരു വലിയൊരു മൂവ്മെൻ്റായിട്ട് അത് മാറുന്നതാണ് പിന്നീട് കണ്ടത്. അപ്പോൾ പല രീതിയിലും പ്രതിഷേധങ്ങളും, സ്ലോഗൻസ്, പോസ്റ്റേഴ്സ്, ഫ്ലാഗ്സ്, അതല്ലാത്ത രീതിയിലുള്ള ക്യാമ്പയിൻസ്, അവെയർനെസ് ക്യാമ്പയിൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് പലയിടങ്ങളിലും നടത്തപ്പെട്ടു. ആൻഡ് a joint committee formed with the CM E.K. Nayanar and studied this issue. സോ E.K. Nayanar ആയിരുന്നു ആ സമയത്തെ മുഖ്യമന്ത്രി. അങ്ങനെ ഒരു ജോയിൻറ്റ് കമ്മിറ്റി ഫോം ചെയ്യുകയും ഈ ഒരു ഇഷ്യൂയെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നു. Many literary writers like Vasudevan Nair, Sugathakumari, Vayalar, Bashir, Vailopilli, etc. raised their voice of support through pen and active involvement. ഒരുപാട് ലിറ്റററി റൈറ്റേഴ്സ്, ഈ പറഞ്ഞിരിക്കുന്ന ലിറ്റററി റൈറ്റേഴ്സ്, സാഹിത്യകാരന്മാരെല്ലാം അവരുടെ പേനയിലൂടെയും അല്ലാതെയും അവരുടെ ആക്റ്റീവായുള്ള ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു വിഷയത്തിൽ കൊണ്ടുവന്നു. മാസീവ് പെറ്റീഷൻ വേർ റിട്ടൺ ആൻഡ് സബ്മിറ്റഡ്. മാസീവ് പെറ്റീഷൻ, അതായത് ഒരുപാട് പേര് സൈൻ ചെയ്ത മാസീവ് പെറ്റീഷനൊക്കെ സമർപ്പിക്കപ്പെട്ടു. അങ്ങനെ MGK മേനോൻ കമ്മിറ്റി സബ്മിറ്റഡ് എ റിപ്പോർട്ട് ദാറ്റ് വാസ് ഫേവറബിൾ ടു സൈലൻറ്റ് വാലി. അതേപോലെ തന്നെ MGK മേനോൻ കമ്മിറ്റി സൈലൻറ്റ് വാലിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഡാം ഇവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൈലൻറ്റ് വാലിയെ ഫേവർ ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു ഗവൺമെൻറ്റിന്. And as a result of all these, government abandoned the plan and turned it as a national park
on 15th November 1984. So 1984 15th November 1984 ഈ സൈലൻറ്റ് വാലി ഒരു നാഷണൽ പാർക്കാക്കിയിട്ട് മാറ്റി. അതായത് ഈ പറയുന്ന ഡാം കൊണ്ടുവരിക എന്നുള്ളൊരു പ്ലാൻ അബാൻഡൻ ചെയ്തു. ഗവൺമെൻറ് അതിനെ അബാൻഡൻ ചെയ്ത് ഉപേക്ഷിച്ച് പകരം ഈ ഒരു ഫോറസ്റ്റിനെ ഒരു നാഷണൽ പാർക്കാക്കി മാറ്റി 1984. On 7th September, the park was formally inaugurated by Rajiv Gandhi. So 1985 അതായത് സെപ്റ്റംബർ 7 1985 രാജീവ് ഗാന്ധി ഇത് ഫോർമലി ഇത് നാഷണൽ പാർക്കായിട്ട് ഇനാഗുറേറ്റ് ചെയ്യുകയും ചെയ്തു. സോ സൈലൻറ്റ് വാലി ക്യാമ്പയിൻ ഇനീഷ്യേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ഗ്രേറ്റ് എൻവിറോൺമെൻറ്റൽ മൂവ്മെൻറ്റ് ഇൻ 1980s. സോ നമ്മുടെ കേരളത്തിലെ പല സമരങ്ങൾക്കും പല മൂവ്മെൻറ്റുകൾക്കും എൻവിറോൺമെൻറ്റൽ മൂവ്മെൻറ്റുകൾക്കും തുടക്കം കുറിച്ചു എന്നുള്ളൊരു കാര്യം കൂടി സൈലൻറ്റ് വാലി ക്യാമ്പയിൻ അങ്ങനെ കിട്ടുകയാണ്. സൈലൻറ്റ് വാലി ക്യാമ്പയിൻ ഇനീഷ്യേറ്റഡ് ഫോർ ദി ഫസ്റ്റ് ഗ്രേറ്റ് എൻവിറോൺമെൻറ്റൽ മൂവ്മെൻറ്റ് ഇൻ 1980s. പക്ഷേ വീണ്ടും കുറേയധികം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അതായത് KSEB പ്രപ്പോസഡ് ദ പാത്രക്കടവ് ഹൈഡ്രോ ഇലക്ട്രിക് ഡാം പ്രൊജക്റ്റ് അതായത് PHP in 2001. This says the dam will be 500 meters away from the official boundary of the path. അപ്പോൾ വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ പറഞ്ഞതുപോലെ തന്നെ KSEB ഈ ഒരു പാത്രക്കടവ് ഹൈഡ്രോ ഇലക്ട്രിക് ഡാം എന്ന പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് വരുന്നു. 2001 അവർ പറയുന്നത് 500 മീറ്റേഴ്സ് എവേ ആണ് ആദ്യം അതായത് ഒഫീഷ്യൽ ബൗണ്ടറി ഓഫ് ദാറ്റ് പാത്ത്, അതായത് ആദ്യം കൺസ്ട്രക്റ്റ് ചെയ്യാൻ വിചാരിച്ചിരുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് മാറിയിട്ടാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് അവർ വീണ്ടും ഈ ഒരു പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് വരുന്നു. പക്ഷേ എൻവിറോൺമെൻ്റലിസ്റ്റ് said the area proposed for the dam site was within the already proposed buffer area of the park and adjoining the core of the Silent Valley. പക്ഷേ എൻവിറോൺമെൻ്റൽ ആക്ടിവിസ്റ്റ് ശക്തമായിട്ട് തന്നെ രംഗത്തേക്ക് വന്ന് അവർ പറയുന്നു ഈ പറയുന്ന സ്ഥലവും എന്താണ് ബഫർ സോണാണ് അല്ലെങ്കിൽ ബഫർ ഏരിയയാണ്. ബഫർ സോൺ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. അപ്പോൾ ഇതൊക്കെ പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്, അതുകൊണ്ട് ഇവിടെ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ ശക്തമായിട്ട് വാദിച്ചു. They said the construction of dam will damage the biodiversity and the blasting of rocks for the construction of dam for the Patrakadavu project would create serious issues. അപ്പോൾ എൻവിറോൺമെൻ്റൽ ആക്ടിവിസ്റ്റും പൊതുപ്രവർത്തകരും അവിടെയുള്ള ജനങ്ങളും എല്ലാം ഒറ്റ സ്വരത്തിൽ ഇതിനെതിരെ സംസാരിക്കുകയുണ്ടായി. ദേ സെഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഡാം വിൽ ഡാമേജ് ബയോഡൈവേഴ്സിറ്റി, ആ ഒരു കാടിൻ്റെ ഒരു ബയോഡൈവേഴ്സിറ്റി നശിപ്പിക്കും ഇത് എന്നവർ പറഞ്ഞു. ആൻഡ് ദ ബ്ലാസ്റ്റിംഗ് ഓഫ് റോക്സ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഡാം, അതായത് ഈ ഡാം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അവിടെയുള്ള വലിയ വലിയ പാറകൾ ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊട്ടിക്കുന്ന സമയത്ത് അതൊക്കെ ഒരുപാട് സീരിയസ് ഇഷ്യൂസിൽ പ്രകൃതിയിലെ ഒരുപാട് സീരിയസ് ഇഷ്യൂസിന് അത് വഴിതെളിക്കും എന്നവർ വാദിച്ചു. അപ്പോൾ ഇത്തരം എതിർപ്പുകളൊക്കെ വീണ്ടും വളരെയധികം ശക്തമായിട്ട് തന്നെ വന്നപ്പോൾ വീണ്ടും KSEBക്ക് ഇതിനു മുമ്പിൽ മുട്ടുകുത്തേണ്ട ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. ദേ കുഡൻറ്റ് പ്രൊസീഡ് ദാറ്റ് പ്രൊജക്റ്റ്, അതല്ലെങ്കിൽ ദേ അഗെയിൻ അബാൻഡൻഡ് ദാറ്റ് പ്രൊജക്റ്റ്. സോ ഇത്തരം ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ വന്ന സമയത്ത് അഗെയിൻ ദേ കുഡൻറ്റ് പ്രൊസീഡ് വിത്ത് ദിസ് പ്ലാൻ, ഈ ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിച്ചില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഡോക്യുമെൻ്ററിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒന്നുകൂടി നമ്മൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിം വെൻ ഇറ്റ് ബിഗാൻ, ദ മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1966 ബൈ ആൻ NGO led by the Kerala Shastra Sahitya Parishad KSSP. Then what it was about? The movement protested the construction of a hydroelectric dam in the Silent Valley area that would have flooded the forest and threatened its wildlife habitat. What it achieved? The movement was successful in preventing the construction of the dam. In 1985, the valley was declared as Silent Valley National Park. Then what are the goals? എന്തൊക്കെയായിരുന്നു ഈ ഒരു ക്യാമ്പയിൻ്റെ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിൻ്റെ ഗോൾസ് എന്ന് പറയുന്നത്? പ്രൊട്ടക്റ്റ് ദ യുണീക്ക് എക്കോസിസ്റ്റം, യുണീക്കായുള്ള ഈ ഒരു എക്കോസിസ്റ്റത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത്. പ്രിവെൻറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസ്, ആ ഒരു ഭാഗത്ത് ഡാം വരുന്ന സമയത്ത്
ഭാഗത്തെ ആ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന കമ്മ്യൂണിറ്റീസിനൊക്കെ ഒഴിപ്പിക്കേണ്ടി വരും. സോ അതൊക്കെ തടയാനായിട്ട് സാധിച്ചു. ദെൻ റൈസ് പബ്ലിക് അവെയർനെസ് എബൌട്ട് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്. എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ചൊരു പബ്ലിക് അവെയർനെസ് വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചു. എസ്റ്റാബ്ലിഷ് എൻവിറോൺമെൻറ്റൽ പോളിസീസ്. അതുപോലെ തന്നെ ഒരുപാട് എൻവിറോൺമെൻറ്റൽ പോളിസീസ്, അത് ഭരണഘടനയിലാണെങ്കിലും ഒക്കെ ഒരുപാട് എൻവിറോൺമെൻറ്റൽ പോളിസീസ് ജനറേറ്റ് ചെയ്യാനായിട്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇൻസ്പയർ സിമിലർ മൂവ്മെൻറ്റ്സ്. അതായത് ഇതൊരു ഇൻസ്പിറേഷനായിട്ട് മാറി എന്നുള്ളതാണ്. ഈ ഒരു മൂവ്മെൻറ്റ് ഒരു കീ ഇൻസ്പിറേഷനായിട്ട് മാറി. മറ്റ് പല സോഷ്യൽ മൂവ്മെൻറ്റുകൾക്കും എൻവിറോൺമെൻറ്റൽ മൂവ്മെൻറ്റുകൾക്കും ഒക്കെയുള്ള ഒരു ഇൻസ്പിറേഷനായിട്ട് ഇത് മാറി. സോ ഇതൊക്കെയായിരുന്നു ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ, ഈ ഒരു സൈലൻറ്റ് വാലി മൂവ്മെൻറ്റിൻ്റെ ഗോൾസ് എന്ന് പറയുന്നത്. സോ ഏറ്റവും ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ഫിലിം, ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ, ദ ഫിലിം ഷെയർസ് ദ ആങ്സൈറ്റി ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് സൈലൻറ്റ് വാലി. I hope you understood. Okay, bye all. Thank you.